إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم إنما التوبة على الله للذين يعملون السوء بجهالة ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله عليما حكيما സ്നേഹാദരണീയരായ സത്യവിശ്വാസികൾ പരമകാരുണികനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ സ്വകാര്യ പരസ്യ മേഖലകളിലെല്ലാം റബ്ബ് കാണുന്നു എന്നുള്ള ബോധ്യത്തോടെ അവനെ സൂക്ഷിച്ച് ജീവിതം നയിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. റഹ്മാനായ റബ്ബ് അവൻ തൃപ്തിപ്പെട്ട ജീവിതം നയിക്കുന്നു. യഥാർത്ഥ മുത്തഖികളായ മുവഹ്ഹിദുകളായ മുഖ്ലിസുകളായ ആളുകളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ച റബ്ബിൻ്റെ ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടാൻ അവൻ നമുക്ക് തൗഫീഖ് നൽകിയതുപോലെ പാരത്രിക ലോകത്ത് അല്ലാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിക്കാൻ അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാനിൻ്റെ ശ്രേഷ്ഠമായ ദിനരാത്രങ്ങൾ വളരെ വേഗത്തിൽ നമ്മളിൽ നിന്നും ഓരോന്നായി കൊഴിഞ്ഞു പോവുകയാണ്. പകുതി നോമ്പുകൾ നമ്മൾ പിന്നിട്ടു. കഴിഞ്ഞതോളം ബാക്കിയില്ല, ഇനി കടക്കാനുള്ളത് എന്ന അവസ്ഥയിലാണ് നാം ഉള്ളത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റമളാനിൻ്റെ തുടക്കത്തിൽ ഉണ്ടാകേണ്ട ശ്രദ്ധയേക്കാൾ കൂടുതൽ പരിഗണനയും ഉത്സാഹവുമൊക്കെ അതിൻ്റെ അവസാന ഭാഗത്താണ് വേണ്ടത് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃക നമ്മുടെ ഓർമ്മയിലുണ്ടാവണം. ആ തിരിച്ചറിവോടുകൂടി തന്നെ
വരും ദിനരാത്രങ്ങളെ സക്രിയമായി സജീവമായി നന്മകൾ കൊണ്ട് ഉപയോഗപ്പെടുത്താൻ പരലോകത്ത് ഈ റമദാനിനെ അനുകൂലമാക്കി മാറ്റാൻ ശ്രമിക്കണമെന്ന് തുടക്കത്തിലെ ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോ റമദാനിലും നേർക്കുനേരെ റമദാനുമായി ബന്ധമില്ലെങ്കിലും ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് വിഷയങ്ങളുണ്ട്. ഒന്ന് സക്കാത്താണ്, രണ്ടാമത്തത് തൗബയാണ്. ഇത് രണ്ടും പ്രത്യേകമായി റമദാനിൽ എന്തെങ്കിലും ബന്ധമുള്ള സംഗതികളല്ല. നേരെ മറിച്ച് ഈ രണ്ട് കാര്യങ്ങളും സന്ദർഭോചിതം കൈകാര്യം ചെയ്യപ്പെടേണ്ടത്. സക്കാത്ത് എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം അറിയാവുന്നത് പോലെ നമ്മുടെ കയ്യിൽ സക്കാത്തിൻ്റെ പരിധിയിലേക്ക് എത്തിയ ഏതെങ്കിലും ഒരു സമ്പാദ്യം, അത് സ്വർണമാകാം, വെള്ളിയാകാം, ക്യാഷാകാം, വിൽപ്പന ചരക്കുകളാവാം, ഏത് രൂപത്തിലുള്ളതാണ് എങ്കിലും അതിൽ രണ്ട് നിബന്ധനകൾ പൂർത്തീകരിക്കപ്പെട്ട് കഴിയുന്നത് എപ്പോഴാണോ ആ സമയത്ത് സക്കാത്ത് കൊടുക്കണം. രണ്ട് നിബന്ധനകൾ. ഒന്ന് നിസാബാണ്. നിസാബ് എന്നത് സക്കാത്ത് കൊടുക്കാനുള്ള പരിധിയിലേക്ക് എത്തുക എന്നത്. ഓരോ സമ്പാദ്യത്തിനും പരിധികൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ സമ്പത്തിന് സക്കാത്ത് ബാധകമാണ്. രണ്ടാമത്തെ ഷർത്ത്, നിബന്ധന എന്നത് ഹൗലാണ്. ഹൗല് എന്ന് പറഞ്ഞാൽ കൊല്ലം തികയണം. എൻ്റെ കയ്യിൽ സക്കാത്തിൻ്റെ പരിധിയിലെത്തിയ ഒരു സമ്പാദ്യമുണ്ട് എങ്കിൽ അതൊരു കൊല്ലം ഈ പരിധിയിൽ നിന്ന് താഴെ പോകാതെ ഒരു അസറ്റായി, നിക്ഷേപമായി നമ്മുടെ കയ്യിൽ വേണം. ഉദാഹരണമായി പറഞ്ഞാൽ, ഇന്നത്തെ വെള്ളിയുടെ വില, ഇന്നത്തെ മാർക്കറ്റ് വില 1 ഗ്രാമിന് 294.90 രൂപയാണ്. അതിനെ നമ്മൾ 590 കൊണ്ട് ഗുണിക്കുക. 590 ഗ്രാം വെള്ളിയുടെ വില ഇന്നത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ 1,73,991 രൂപയാണ്. നമ്മുടെ കയ്യിൽ ക്യാഷായിട്ട് അള്ളാഹു അനുവദിച്ച മാർഗത്തിലൂടെ വന്ന ഒരു സമ്പാദ്യം, അത് നമ്മുടെ അക്കൗണ്ടിലോ ബൈ ഹാൻഡായിട്ടോ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഈ ഒരു തുക ഒരു വർഷം ഈ അളവിൽ നിന്ന് എന്ന് പറഞ്ഞാൽ 590 ഗ്രാം വെള്ളിയുടെ വിലയിൽ നിന്ന് താഴെ പോകാതെ ഒരു വർഷം നമ്മുടെ കയ്യിൽ അതുണ്ടായാൽ അതിന് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. പൊതുവെ ആളുകളൊക്കെ ധരിച്ചു വച്ചിട്ടുള്ളത് സക്കാത്ത് എന്ന് പറയുന്നത് നമ്മളെയൊന്നും ബാധിക്കുന്ന ഒന്നല്ല എന്നുള്ളത്. അതേതൊക്കെയോ വലിയ സമ്പാദ്യമുള്ളവരെ, മുതലാളിമാരെ, അവർ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്ന രൂപത്തിലാണ് പലപ്പോഴും വിലയിരുത്തപ്പെടാറുള്ളത്. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ തുക 590 ഗ്രാം വെള്ളിക്ക് സമാനമായ ഒരു തുക നമ്മുടെ കയ്യിൽ ഒരു കൊല്ലം ബാലൻസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ 2.5% കണക്കുകൂട്ടി പരിശുദ്ധ ഖുർആൻ സക്കാത്തിൻ്റെ അവകാശികളായി പഠിപ്പിച്ച 8 വിഭാഗം ആളുകളുണ്ട്. ആ ആളുകളിലേക്ക് അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ നിർബന്ധമായ ബാധ്യതയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സക്കാത്ത് സംവിധാനം അത് നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ അറിഞ്ഞു കാണും. കഴിഞ്ഞ വർഷം ഏതാണ്ട് 3 ലക്ഷം രൂപയ്ക്കടുത്ത് സക്കാത്തിൻ്റെ സമ്പാദ്യമായി നമുക്ക് ഇവിടെ കിട്ടിയിരുന്നു. കൃത്യമായി അതിനർഹതപ്പെട്ട ആളുകൾ അവരെ തെരഞ്ഞ് കണ്ടുപിടിച്ച് അതവരിലേക്ക് എത്തിച്ചു കൊടുത്തതിൻ്റെ കണക്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്ത് കാണാം. ഈ പ്രാവശ്യവും
നമ്മളൊന്ന് കണക്ക് കൂട്ടുക. ഇത്രയേ വേണ്ടൂ സക്കാത്തിലേക്ക് നമ്മളെത്താൻ, സക്കാത്ത് കൊടുക്കുന്ന ഒരാളായി മാറാൻ. നാം ഓരോരുത്തരും ഇത്ര ഒരു ക്യാഷിൻ്റെ ഉടമയായി മാറിയാൽ മതി. സ്വർണമുണ്ട് എങ്കിൽ 10 പവൻ എത്തിക്കഴിഞ്ഞാൽ ഉള്ള സ്വർണത്തിന് മൊത്തം അതിൻ്റെ വില കണക്ക് കൂട്ടി നിലവിലെ മാർക്കറ്റ് വിലയെടുത്ത് അതിൻ്റെ 2.5% അതിൽ നിന്ന് കൊടുക്കുക എന്നുള്ളത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി പരിശോധിക്കേണ്ട ഒരു ചുമതലയും ഉണ്ട് ആ വിഷയം. ഇങ്ങനെ നമ്മുടെ കൈവശമുള്ള സമ്പാദ്യത്തിൻ്റെ അള്ളാഹു നിശ്ചയിച്ച ആ പരിധിയിലേക്ക് അത് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ സക്കാത്ത് കണക്ക് കൂട്ടി അതിനെ അവകാശിക്ക് എത്തിച്ചു കൊടുക്കുക. അതിനു വേണ്ട ഇത്തരം സംവിധാനങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നതാണ് ആ ഒരു വിഷയത്തിൽ കൃത്യമായി ഓർമ്മപ്പെടുത്താൻ. രണ്ടാമതൊരു വിഷയം തൗബയാണ്. തൗബ എന്ന് പറഞ്ഞാൽ പശ്ചാത്താപം. നമ്മുടെയൊക്കെ ജീവിതം പലതരത്തിലുള്ള വീഴ്ചകളും പോരായ്മകളും ന്യൂനതകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. പല രംഗത്തും നാം അള്ളാഹുവിൻ്റെ തൃപ്തിയും അവൻ്റെ കരുണയുമൊക്കെ ആഗ്രഹിക്കുന്നുവെങ്കിലും ജീവിതത്തിൻ്റെ ഏതൊക്കെയോ സാഹചര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പലതും റബ്ബ് തൃപ്തിപ്പെട്ടതല്ല ജീവിതത്തിൽ കടന്നു വരുന്നത് എന്ന കൃത്യമായ ബോധ്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കുണ്ട്. ആ ബോധ്യം കടന്നു വരുന്നിടത്ത് തൗബ ആരംഭിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം കാത്തു സൂക്ഷിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഒരു ശീലം, ഇടയ്ക്കിടയ്ക്ക് നാം ചെയ്യുന്നൊരു കാര്യം, അത് റബ്ബ് തൃപ്തിപ്പെടുന്നതല്ല, എനിക്കത് തിരുത്തണം, എൻ്റെ ജീവിതത്തിൽ നിന്നും ഇത് മാറ്റിവെക്കേണ്ടതാണ് എന്ന ആത്മാർത്ഥമായ ഒരു ചിന്ത, ഇത് എന്നാണോ നമ്മുടെ മനസ്സിൽ വരുന്നത് ആ വിഷയത്തിൽ നാം തൗബയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. പക്ഷെ അത് പൂർണ്ണമായിട്ടില്ല. പൂർണ്ണമാകണമെങ്കിൽ ആ തിന്മയിൽ നിന്നും പരിപൂർണമായി വിട്ടുനിന്നുകൊണ്ട് കഴിഞ്ഞ കാലത്ത് സംഭവിച്ചു പോയത് അബദ്ധമാണ്, അത് തെറ്റാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് പടച്ചറപ്പിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അതിന് മാപ്പ് ചോദിച്ചുകൊണ്ട് ഇനിയൊരിക്കലും ഞാൻ ആ തിന്മയിലേക്ക് പോവുകയില്ല എന്നുള്ള കൃത്യമായ ഉറച്ച തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് പ്രിയമുള്ളവരെ ഒരു വിഷയത്തിലുള്ള തൗബ പൂർത്തീകരിക്കപ്പെടുക. നമുക്കുടെ ജീവിതത്തിൻ്റെ ഏത് രംഗത്തും ഇത്തരം ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് നമ്മുടെ സ്വഭാവങ്ങളിലുണ്ട്, സംസാരത്തിൽ വരുന്നുണ്ട്, മറ്റുള്ള ആളുകളുമായിട്ടുള്ള ഇടപെടലുകളിലും അവരുമായിട്ടുള്ള പെരുമാറ്റങ്ങളിലുമൊക്കെ അത് കടന്നു വരുന്നു. കച്ചവട രംഗത്തത് കാണാം. ഏത് രംഗത്തും ഇതിന് സാധ്യതയുണ്ട്. എവിടെയാണോ പോരായ്മയുണ്ട് എന്ന് എനിക്കും നിങ്ങൾക്കും ബോധ്യമായത് ആ പോയിന്റ്, അത് തൗബയുടെ തുടക്കമായിരിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. തൗബയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പല ഭാഗങ്ങളിലും സംസാരിച്ചിട്ടുണ്ട്. അതിലൊന്ന് അള്ളാഹു പറഞ്ഞു, ഇന്നമത് തൗബ, തീർച്ചയായും തൗബ എന്ന് പറയുന്നത്, പശ്ചാത്താപം എന്ന് പറയുന്നത്, അലല്ലാഹി ലില്ലദീന യഅമലൂന സ്സൂഅ ബിജഹാല, ഒരു വിഷയത്തിൽ അറിവില്ലാതെ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നല്ലതാണോ ചീത്തയാണോ, അള്ളാഹു പൊരുത്തപ്പെട്ടതാണോ അല്ലയോ എന്ന് കൃത്യമായ നിശ്ചയമില്ലാതെ ആ വിഷയത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയും എന്നിട്ടത് ബോധ്യപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹു താല പഠിപ്പിക്കുന്നു, സുമ്മ യതൂബൂന മിൻ ഖരീബ്, ആ കാര്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അടുത്ത സമയത്ത് ഖരീബ് ഒന്ന് കയറിയിരിക്കണം. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, പുറകിൽ വരുന്ന ആളുകൾ ഈ മുമ്പോട്ടുള്ള വിടവുകളൊക്കെ ഒന്ന് തീർത്തിരുന്നാൽ പുറകിൽ വരുന്ന ആളുകൾക്കത് സൗകര്യമാണ്. മിൻ ഖരീബ്, അല്ലാഹു തആല പറഞ്ഞത് അതാ, ഏറ്റവും അടുത്ത സമയത്ത്, ഏറ്റവും അടുത്ത സമയം, ഒരു കാര്യം തിന്മയാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ ആ നിമിഷം, അതാണ് അല്ലാഹു തആല ഖരീബ് എന്ന പദം കൊണ്ട് വിശദീകരിച്ചത്. സുമ്മ യതൂബൂന മിൻ ഖരീബ്, ആ തൗബ എന്നുള്ളത് പിന്നെ വൈകാൻ പാടില്ല. ഏത് വിഷയമാണോ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടത് ആ സമയത്ത് തൗബയുണ്ടാകണം. പടച്ച റബ്ബേ, പറ്റിപ്പോയി എന്നുള്ള ഖേദമുണ്ടാകണം, ഇതെനിക്ക് നീ മാപ്പ് തരണമെന്നുള്ള ചിന്തയുണ്ടാകണം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു തന്നു.
അല്ലാഹു തആല സ്വർഗത്തിൽ സർവ്വ സ്വാതന്ത്ര്യവും അനുവദിച്ചു കൊടുത്തുകൊണ്ട് ഒറ്റ ഒരു മരത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഒരു വിലക്ക് നിശ്ചയിച്ചു. പക്ഷേ മനുഷ്യനാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യനായിരുന്നു. അവിടെ പിശാചുണ്ടായിരുന്നു. വഴിപിഴപ്പിക്കാനും ദുർബോധനം നടത്താനും നിനക്ക് സ്വർഗത്തിൽ കലാകാലം ജീവിക്കാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കിത്തരാം, ഈ മരത്തിലെ പഴം ഭക്ഷിച്ചാൽ മതി എന്നുള്ള വസ്വാസിനടിപ്പെട്ടുകൊണ്ട് ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആ പഴം ഭക്ഷിക്കുകയും കൂടെയുള്ള ഭാര്യയും അത് ഭക്ഷിക്കുകയും രണ്ടു പേർക്കും ചെയ്തത് അബദ്ധമാണ് എന്ന് തോന്നിയ ആ നിമിഷത്തെ പിന്നെ ഖുർആൻ വിശദീകരിച്ചത് റബ്ബന ലലംന അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. പടച്ചവനെ പറ്റിപ്പോയി, അബദ്ധമാണ് സംഭവിച്ചത്, നിന്റെ കൽപ്പനയ്ക്ക് ഞാൻ എതിര് നിന്നു. ഒരു ന്യായവുമില്ല അവിടെ. നമ്മളൊക്കെ പലപ്പോഴും ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് കടന്നു വരുന്ന വീഴ്ചകൾക്ക് നമ്മൾ ആദ്യം കണ്ടെത്തുന്നത് ന്യായീകരണമാണ്. അതിന്ന കാരണം കൊണ്ടാണ്, അതല്ലെങ്കിൽ അത് ഇന്ന വ്യക്തി കൊണ്ടാണ്, ഇന്ന ആളെ കൊണ്ടാണ് അത് സംഭവിച്ചത്. ന്യായങ്ങളാണ് നമ്മൾ കണ്ടെത്തുന്നത്. പടച്ച റബ്ബ് പഠിപ്പിക്കുന്നു ആദം നബിയിലൂടെ, ന്യായങ്ങൾക്ക് പിന്നെ സ്ഥാനമില്ല. ഏത് കാരണം കൊണ്ടാവട്ടെ ആ വിഷയം സംഭവിച്ചത്, ആ തെറ്റിലേക്ക് നാം കടന്നു ചെന്നത്, അതിലേക്ക് നാം പ്രവേശിച്ചത് ഏത് സാഹചര്യം കൊണ്ടാണ് എങ്കിലും പിന്നെ അതിന് പ്രസക്തിയില്ല. ചെയ്തത് തെറ്റാണോ എങ്കിൽ റബ്ബിന് മുമ്പിൽ അത് ഏറ്റുപറയാൻ സന്നദ്ധത കാണിക്കുക എന്ന പാഠമാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതം പഠിപ്പിച്ചത്. ഒരു ന്യായവും പറയാതെ അത് സമ്മതിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഫഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. നീ ഇത് പുറത്തു തന്നിട്ടില്ല എങ്കിൽ, വിട്ടുവീഴ്ച നൽകിയിട്ടില്ല എങ്കിൽ, നീ എനിക്ക് മാപ്പാക്കിയിട്ടില്ല എങ്കിൽ ഞാൻ പരാജിതരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. അതുകൊണ്ട് എനിക്ക് മാപ്പ് വേണമെന്ന് പറഞ്ഞ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്ത തെറ്റ് ഏറ്റുപറയുന്നത് പരിശുദ്ധ ഖുർആൻ നമുക്ക് മുമ്പിൽ വ്യക്തമാക്കി തരികയാണ്. ഇതേ നിലപാട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ഓരോ രംഗത്തും കാത്തു സൂക്ഷിക്കാൻ കഴിയണം. പലപ്പോഴും തൗബ എന്ന് പറയുന്നത് സമൂഹം ആ വിഷയത്തിലൊക്കെ വലിയ വ്യതിചലനമാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. തൗബ എന്ന് പറയുന്നത് ആരൊക്കെ എന്തെങ്കിലുമൊക്കെ ചൊല്ലിത്തന്നാൽ അത് ഏറ്റുപറയുക, അതിനുവേണ്ടി ചില മജ്‌ലിസുകൾ സംഘടിപ്പിക്കുക, റമദാൻ 27-ന്റെ രാവ് തൗബയുടെ രാവ് എന്ന് പറഞ്ഞ് പേരിട്ട് വിളിച്ച് അതിനുവേണ്ടി ചില പ്രത്യേക സാഹചര്യങ്ങളൊക്കെ ഒരുക്കി അതിലേക്ക് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യന്മാരെ കൊണ്ടുവന്ന് ദിക്റിൻ്റെയും സ്വലാത്തിൻ്റെയും തസ്ബീഹിൻ്റെയും ഒക്കെ ചില വാക്കുകൾ ചൊല്ലിക്കൊടുത്ത് തൗബയാണ് എന്ന് പറഞ്ഞു നടത്തുന്ന തൗബ സമ്മേളനങ്ങൾ ഇന്ന് മുസ്ലിം സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ തൗബ എന്ന് പറയുന്നത് അത് ലോകമറിഞ്ഞ് നടക്കേണ്ട ഒരു പരിപാടിയല്ല. ഞാൻ എൻ്റെ റബ്ബ് പറഞ്ഞതിന് വിരുദ്ധമായി ജീവിച്ചതിൻ്റെ ആ തെറ്റ് സമ്മതിച്ചുകൊണ്ട് ഞാനും പടച്ച റബ്ബും തമ്മിൽ നടത്തേണ്ട ഒരു ഇടപാട്, ആ പ്രക്രിയയാണ് തൗബ എന്ന് പറയുന്നത്. അതായിരിക്കണം തൗബയിലൂടെ നടക്കേണ്ടത്. നാം നമ്മുടെ തെറ്റുകൾ റബ്ബിന് മുമ്പിൽ ഏറ്റുപറയുക. അതിനൊരു പൈസ ചെലവില്ല. ഏതെങ്കിലും കദളിപ്പഴവും മറ്റുള്ള നേർച്ച വസ്തുക്കളുമായിട്ട് ആരെങ്കിലും കാണാൻ പോകേണ്ടതില്ല. ഒരു കുമ്പസാര കൂടിന് മുമ്പിൽ വന്നു നിന്നുകൊണ്ട് താൻ ചെയ്തു കൂട്ടിയത് അഖിലവും അടക്കം പറയേണ്ടതില്ല ഒരാളുടെയും മുമ്പിൽ. ഇത് പടച്ച റബ്ബുമായിട്ട് നേർക്കുനേരെ നടക്കേണ്ടതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച തൗബയതാണ്. ആ തൗബയ്ക്ക് ഏറ്റവും പറ്റിയ സമയമാണ്, സാഹചര്യമാണ് നാം ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ദിനരാത്രങ്ങൾ. നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് അതിൽ സംഭവിച്ച വീഴ്ചകളെ കൃത്യമായി എണ്ണി ഓർത്തെടുത്തുകൊണ്ട് അത് പടച്ച റബ്ബിന് മുമ്പിൽ തുറന്നു പറഞ്ഞുകൊണ്ട് ഇന്ന തെറ്റ് സംഭവിച്ചു ഓരോന്നും പറയുക പടച്ച റബ്ബിന് മുമ്പിൽ. അങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഓർത്തെടുക്കുമ്പോൾ നമുക്കൊരു ഖേദം തോന്നും, പറ്റിപ്പോയി എന്ന് തോന്നും, മനസ്സിന് പ്രയാസമുണ്ടാകും, കണ്ണുകൾ നിറയും. പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായിട്ടത് ചോദിക്കാൻ പറ്റും. ആ രൂപത്തിലുള്ള തൗബയുണ്ടാകണം എന്നതാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്തേ വേണ്ടു? അള്ളാഹു പറഞ്ഞു, ഫത്തഖുല്ലാഹ മസ്തതഅതു. എത്രയാണോ നിങ്ങളെ കൊണ്ട് പടച്ച റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കാൻ കഴിയുന്നത് അത്രയും നിങ്ങൾക്ക് കഴിവിൻ്റെ പരമാവധി
തീർത്തും പൂർണ്ണമായും വേണമെന്നൊന്നും പടച്ചവൻ ആവശ്യപ്പെട്ടിട്ടില്ല. നിങ്ങളെ കൊണ്ട് സൂക്ഷിക്കാൻ പറ്റുന്നതിൻ്റെ നിങ്ങൾ കഴിവിൻ്റെ പരമാവധി റബ്ബിനെ സൂക്ഷിക്കുക. അതേ പടച്ചറപ്പ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ആ സൂക്ഷ്മതയ്ക്ക് ഈ ഒരു റമദാനിലൂടെ ഒരുക്കമുണ്ടാക്കി, അതിന് അവസരമുണ്ടാക്കി, തുടർ ജീവിതം കൂടി ആ രൂപത്തിൽ ക്രമപ്പെടുത്താൻ സാധിച്ചാൽ അതാണ് യഥാർത്ഥത്തിൽ വിജയമെന്ന് പറയുന്നത്. ഇങ്ങനെയാണ് എങ്കിലും മനുഷ്യ പ്രകൃതി എന്ന് പറയുന്നത്, മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്, അത് തിന്മയിലേക്ക് എത്രയും വേഗത്തിൽ കടന്നു പോകാൻ കഴിയുന്ന, തിന്മകൾക്ക് മുമ്പിൽ പെട്ടെന്ന് ഇണങ്ങിച്ചേരാൻ കഴിയുന്ന പ്രകൃതം. മനുഷ്യ പ്രകൃതം എന്നുള്ളത് ഒരിക്കലും തെറ്റ് ചെയ്യാത്ത ഒരു മലക്കിൻ്റെ പ്രകൃതമല്ല, ഒരു മൃഗത്തിൻ്റെ പ്രകൃതവുമല്ല. മനുഷ്യനെ സംബന്ധിച്ച് മൃഗീയതയല്ല അവനിലുള്ളത്. ഒരു വേള മൃഗത്തേക്കാൾ അധപ്പതിക്കാൻ, അതിനേക്കാൾ മോശമായി പെരുമാറാൻ മനുഷ്യർക്ക് സാധിക്കും. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, ബൽ ഹും അളൽ ഉലൈക കൽ അൻആമി ബൽ ഹും അളൽ. ചില മനുഷ്യന്മാരെ കുറിച്ച് അല്ലാഹു പറഞ്ഞതാണ്, അവര് കാലികളെപ്പോലെയാണ്, നാൽക്കാലികളെപ്പോലെയാണ് എന്നല്ല, അവരെക്കാൾ ഒരുപടി താഴെയാണ്, അവരെക്കാൾ മോശമാണ് എന്നും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മനുഷ്യരെ സംബന്ധിച്ച് മലക്കുകളെപ്പോലെ പാപപരിശുദ്ധരായി തിന്മകളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാതെ എന്നും നന്മയെ മാത്രം പുൽകുന്നൊരവസ്ഥ മനുഷ്യർക്ക് നൽകപ്പെട്ടിട്ടില്ല. എന്നാൽ ഏറ്റവും അധമരായി ജീവിക്കുന്ന അവസ്ഥയും അതുമല്ല മനുഷ്യർക്ക് നൽകപ്പെട്ടിട്ട്. രണ്ട് പ്രകൃതവും മനുഷ്യർക്കുണ്ട്. നന്മ ചെയ്ത് നന്നാവാനും തിന്മ ചെയ്ത് മോശമാകാനും കഴിയുന്ന സാഹചര്യം അത് മനുഷ്യരിൽ ഊട്ടപ്പെട്ടിട്ടുള്ളതാണ്. മനുഷ്യൻ ദുർബലാണ്. തിന്മകൾക്ക് മുമ്പിൽ പ്രത്യേകിച്ച് ദുർബലത കൂടുതലാണ് മനുഷ്യന്മാർക്ക്. അല്ലാഹു പറഞ്ഞു, ഖുലിഖൽ ഇൻസാനു ലഈഫ. മനുഷ്യൻ പടക്കപ്പെട്ടിട്ടുള്ളത് തന്നെ ദുർബലത, അതവൻ്റെ കൂടപ്പിറപ്പാണ് എന്നാണ്. മനുഷ്യർ ഭൂമിയിലേക്ക് വരുമ്പോഴേ ഈ പറഞ്ഞ ദുർബലതയുണ്ട്, അതവൻ്റെ സൃഷ്ടിപ്പിൽ ഉള്ളതാണ് എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ആ ദുർബലത നമുക്ക് കാണാം. പക്ഷേ തിരുത്താനുള്ള അവസരങ്ങൾ കൂടി അല്ലാഹു തആല വെച്ച് തന്നിട്ടുണ്ട്. ആ അവസരങ്ങളെ നന്നായി ഉപയോഗപ്പെടുത്തി തൻ്റെ ജീവിതത്തെ തേച്ചു മിനുക്കിയെടുത്ത് അതിൽ വന്ന അഴുക്കുകളെ ശുദ്ധി ചെയ്തെടുത്ത് നന്നാവാൻ കിട്ടുന്ന അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന ഒരു ശീലം അത് മനുഷ്യർക്കുണ്ടാവണമെന്ന് അല്ലാഹു ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടി വച്ചിട്ടുള്ള അവസരമാണ് പ്രിയമുള്ളവരെ റമദാൻ എന്ന് പറയുന്നത്. ഈ റമദാനിൽ അതിനെത്രത്തോളം കഴിഞ്ഞു പോയ ദിനരാത്രങ്ങളിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നാം ഓരോരുത്തരും സ്വയം പരിശോധിക്കേണ്ട കാര്യമാണ്. ജീവിതത്തെ ക്രമപ്പെടുത്തലാണ് തൗബ എന്ന് പറയുന്നത്. നാവ് കൊണ്ടെന്തെങ്കിലും ചൊല്ലിപ്പറഞ്ഞുകൊണ്ട് തൗബയായി എന്നുള്ളത് നാം വിചാരിച്ചു പോകരുത്. അസ്തഗ്ഫിറുല്ലാ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം തൗബയായി എന്ന് വിചാരിക്കരുത്. അതൊരു നിലപാടാണ്. ജീവിതത്തിൽ തിന്മകളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇത് തിന്മയിലാണ് എന്ന് തിരിച്ചറിയുന്ന സമയം യൂട്ടേൺ എടുക്കുന്ന നിലപാട്, അതൊരു നിലപാടാണത്. അത് കേവലം നാവ് കൊണ്ട് ചൊല്ലിപ്പറയൽ മാത്രമല്ല, ആ നിലപാട് സ്വീകരിക്കണം. തിന്മയാണ് എന്ന് തിരിച്ചറിയുന്നിടത്ത് നിന്ന് ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ കഴിയുക, അതാണ് അല്ലാഹു ആവശ്യപ്പെട്ട തൗബ എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും ധാരാളം പരാമർശങ്ങൾ കാണാം. അത്താഇബു മിനസ് ദംബി കമൻ ലാ ദംബ ലഹു. ചെയ്ത തിന്മകളിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങുന്നവൻ പാപങ്ങൾ ഇല്ലാത്തവനെ പോലെയാണ്. ചെയ്ത പാപങ്ങളെ തിരിച്ചറിഞ്ഞ് ആ പാപങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് പടച്ചറപ്പിനോട് മാപ്പ് ചോദിച്ച് തൗബ ചെയ്യുന്ന ഒരു വ്യക്തി കമൻ ലാ ദംബ ലഹു, പാപങ്ങളില്ലാത്തൊരവസ്ഥയിൽ അവനുണ്ടായിരുന്നു മുമ്പ്, അന്നവൻ എങ്ങനെയായിരുന്നുവോ ആ അവസ്ഥയിലേക്ക് അവൻ മടങ്ങിപ്പോകുന്നു എന്ന് പരിശുദ്ധ ഖുർആനും ഹദീസുകളുമൊക്കെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഈ പോക്കിൽ ഏതെങ്കിലും ഒരു നൽക്കവലയിൽ വെച്ചുകൊണ്ട് ജീവിതത്തിൽ പോരായ്മകളുണ്ട്, ഈ നിലപാടുകൾ ശരിയല്ല, ഒന്ന് മാറണം എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട് എങ്കിൽ അല്ലാഹു തആല സൂചിപ്പിക്കുന്നുണ്ട്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. പോരായ്മകളുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ മടിച്ചു നിൽക്കരുത്. പടച്ചറപ്പ് ഇത് സ്വീകരിക്കുമോ, ഇനി എന്നെ അവൻ സ്വീകരിക്കുമോ എന്ന് ചിന്തിക്കേണ്ടതില്ല.
പടച്ചറപ്പ് തയ്യാറാണ് എന്നവൻ ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, ഒരിക്കലും നിരാശരാവാതെ പടച്ചറപ്പിന്റെ പ്രതീക്ഷയിൽ നിങ്ങൾ പാപമോചനം തേടിക്കൊള്ളുക. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, നിങ്ങളുടെ മുഴുവൻ പാപങ്ങളും പൊറുക്കാൻ അവൻ സന്നദ്ധനാണ്, അവൻ തയ്യാറാണ്. ചോദിക്കാൻ നമുക്ക് സമയമുണ്ടെങ്കിൽ, ചോദിക്കാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ, ചോദിക്കാൻ നമ്മൾ തയ്യാറാണ് എങ്കിൽ പടച്ചവനത് സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മളാണ് പലപ്പോഴും മടി കാണിക്കുന്നത്, നമ്മൾക്കാണ് സമയമില്ലാതെ പോകുന്നത്, അവസരങ്ങൾ കിട്ടിയിട്ടും ഉപയോഗപ്പെടുത്താതെ പോകുന്നത്. അതിന് പ്രതികൾ നമ്മൾ മാത്രമാണ്. പടച്ചറപ്പ് കാത്തിരിക്കുന്നുണ്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടിയിട്ട്. പശ്ചാത്താപം എന്ന് പറയുന്നത് മനുഷ്യനെ പരിശുദ്ധിയിലാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. പറയത്തക്ക പാപങ്ങളൊന്നും എൻ്റെ ജീവിതത്തിലില്ല. വലിയ വലിയ പാപങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പലിശയുണ്ട്, വ്യഭിചാരമുണ്ട്, മാതാപിതാക്കളെ ദ്രോഹിക്കലുണ്ട്. ഇങ്ങനെയുള്ള വൻപാപങ്ങളിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല, അൽഹംദുലില്ലാ എന്ന് സമാധാനിക്കുന്ന ആളുകളുണ്ടാവാം. അല്ലാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ സ്വഹാബത്തിനെയും കൊണ്ടൊരു യാത്ര പോവുകയാണ്. യാത്രക്കിടയിൽ ഭക്ഷണം പാകം ചെയ്യണം. ഭക്ഷണം പാകം ചെയ്യാൻ വിറക് ആവശ്യമായി വന്നപ്പോൾ അല്ലാഹു റസൂൽ സ്വഹാബത്തിനോട് പറഞ്ഞു, ഒന്ന് ചുറ്റും പരിശോധിക്കുക, നിങ്ങൾ വിറക് കിട്ടിയാൽ കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് സ്വഹാബത്തൊക്കെ ചുറ്റുഭാഗത്തേക്ക് പോയി. ആർക്കും ഒരു വലിയ കെട്ട് വിറകൊന്നും കിട്ടിയില്ല. ഓരോരുത്തരുടെയും കൈകളിൽ കിട്ടിയ 1ഉം 2ഉം കമ്പ് വിറകുകളുമായിട്ട് സ്വഹാബത്ത് തിരിച്ചു വരികയാണ്. എല്ലാം കൂട്ടിയിട്ടു. അവർ ഭക്ഷണം തയ്യാറാക്കി, ആടിനെ അറുത്ത് പാകം ചെയ്തു. എല്ലാം കഴിഞ്ഞിട്ടും കുറച്ച് വിറക് ബാക്കി കിടക്കുകയാണ്. ആ സമയം അല്ലാഹു റസൂൽ വിറക് ചൂണ്ടിക്കൊണ്ട് സ്വഹാബത്തിന് പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ഇതുപോലെയാണ് മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾ. നിങ്ങളിങ്ങനെ പോയിട്ട് ഓരോരുത്തരും പല ഭാഗത്തേക്ക് പോയിട്ട് 1ഓ 2ഓ കമ്പുകൾ ശേഖരിച്ച് കൊണ്ടുവന്ന് അതൊരു വിറകിൻ്റെ കുമ്പാരമായി ഇവിടെ കൂട്ടിയിട്ടിട്ട് ആവശ്യത്തിന് വേണ്ട ഉപയോഗം കഴിഞ്ഞിട്ട് പിന്നെയും അത് ബാക്കി കിടക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ പാപങ്ങൾ, വലിയ പാപങ്ങൾ വേണമെന്നില്ല വലുതായി തീരാൻ, ചെറിയ ചെറിയ പാപങ്ങൾ നിരന്തരമായി ചെയ്യുമ്പോൾ അല്ലേ, പടച്ചവൻ തന്ന ഒരു ആയുസ്, ഒരു പുരുഷായുസ് മുഴുവൻ 60ഓ 70ഓ 80ഓ വയസ്സുകാലം ജീവിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ സ്വകാര്യതകളിൽ എവിടെയോ നാം കാത്തു സൂക്ഷിച്ച ചെറുത് എന്ന് നമ്മൾ വിചാരിച്ച തിന്മകൾ, മനുഷ്യരെ 70 കൊല്ലം 60 കൊല്ലം ആ തിന്മ നമ്മുടെ കൂടെയുണ്ട് എങ്കിൽ അതിനത്ര കനമുണ്ടാകും പടച്ചവന്റെ തുലാസിൽ എന്നുള്ളത് ഒരു നിമിഷം ആലോചിക്കാനുള്ള റസൂൽ ആ സന്ദർഭം സ്വഹാബത്തിന് മുമ്പിൽ ഉപയോഗപ്പെടുത്തി കൊടുക്കുകയാണ്. തിന്മകൾ അങ്ങനെയാണ്. അത് ചെറുതുകൾ കൂടിച്ചേർന്ന് പലതുള്ളി പെരുവെള്ളമാകുന്നത് പോലെ അത് വലിയ പാപങ്ങളായി മാറുമെന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആ യാത്രയിൽ വെച്ചുകൊണ്ട്. ഇത് നമുക്ക് പാഠമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പലപ്പോഴും നമ്മുടെ കാഴ്ചപ്പാടിൽ അത് ചെറുതാണ്. പക്ഷെ അത് പടച്ചവന്റെ കാഴ്ചപ്പാടിൽ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. പല ചെറുതും വലുതുകളായി പരലോകത്ത് നമുക്ക് മുമ്പിൽ തിന്മകളുടെ ഒരു ഭീമാകാരമായ ഒരവസ്ഥയിലെങ്ങാനും കടന്നു വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഇവിടെ വെച്ചുകൊണ്ട് ആലോചിക്കേണ്ടതാണ്. നമ്മൾ അതിനവസരമുണ്ടാക്കാതെ ചെറുതാണെങ്കിലും തിന്മ തിന്മയാണ്, അതിനതിൻ്റെതായ ഗൗരവം കൊടുത്തുകൊണ്ട് ഒരു ചെറിയ തിന്മയാണ് എങ്കിൽ പോലും പടച്ചവൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ ബോധ്യത്തോടുകൂടി അതിനെ തിരുത്താൻ ജീവിതത്തിൽ അവസരമുണ്ടാക്കിയെടുക്കുക എന്നത് അല്ലാഹു നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യമാണ്. തൗബ നസൂഹാവണം, നിഷ്കളങ്കമായി തൗബ ചെയ്യണം. ഇന്ന് റമദാനിൽ തൗബ ചെയ്ത് റമദാൻ കഴിഞ്ഞ് വീണ്ടും പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകാൻ തയ്യാറായി നിൽക്കുന്ന അവസ്ഥയിലുള്ള ആളുകളെ മനസ്സിലാക്കണം, അത് പടച്ചവനെ കളിയാക്കലാണ്. ഇന്ന് ഞാൻ തൗബ ചെയ്യും, അടുത്ത അവസരം കിട്ടിയാൽ വീണ്ടും ഞാൻ തിന്മ ചെയ്യുമെന്ന നിലപാട് അത് വിശ്വാസിക്ക് ചേർന്നതല്ല. അല്ലാഹു പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനു തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ. നിങ്ങൾ ചെയ്യുന്ന തൗബ, പശ്ചാത്താപം, അതൊരിക്കലും കളിയായി മാറാൻ പാടില്ല. ഒരവസരത്തിൽ തൗബ ചെയ്തു, അടുത്ത അവസരം വീണ്ടും തിന്മ ചെയ്ത്, വീണ്ടും അങ്ങനെ തൗബയും തിന്മയും തൗബയും തിന്മയും എന്നുള്ള പടച്ചവനെ കളിയാക്കുന്ന അവസ്ഥയിലേക്ക് മാറാൻ പാടില്ല. എന്നാൽ സാഹചര്യങ്ങൾ കൊണ്ട് പലപ്പോഴും മനുഷ്യർ തിന്മയിലേക്ക് പോയേക്കാം. അത് നമുക്കും അറിയാം, പടച്ചവനും അറിയാം.
ആ തൗബ വീണ്ടും നടത്തിയാൽ പടച്ചവനത് സ്വീകരിക്കാതിരിക്കില്ല. പക്ഷേ നിസ്സാരമായി ഈ വിഷയത്തെ കാണുന്ന അവസ്ഥയിൽ, തിന്മകളെ നിസ്സാരമായി കണ്ടുകൊണ്ട് ഇനിയും അടുത്ത റമദാനുണ്ടല്ലോ, അന്ന് തൗബ ചെയ്യാമെന്നുള്ള ലാഘവ ബുദ്ധിയോടുകൂടി തിന്മയെ സമീപിക്കുന്നവർ, അവരെ പടച്ചറബ് പരിഹസിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആനിലൂടെ. അത് പാടില്ല എന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല നമ്മളോട് ആവശ്യപ്പെടുന്നതാണ്, ഇല്ലല്ലദീന താബൂ വഅസ്ലഹു. നിങ്ങൾ തൗബ ചെയ്തു കഴിഞ്ഞാൽ അതോടുകൂടി തീർന്നിട്ടില്ല, പിന്നെ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ ജീവിതം നന്നാക്കണം, അസ്ലഹു, നിങ്ങൾ ഇസ്ലാഹ് നടത്തണം, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നന്നാക്കണം. വീണ്ടും തിന്മയിലേക്ക് പോവുകയല്ല വേണ്ടത്. വഅതസമൂ ബില്ലാഹ്, അല്ലാഹുവിന്റെ ഭാഷ മുറുകെ പിടിക്കണം. അല്ലാഹുവിന്റെ അജ്ഞാതദേശങ്ങൾക്ക് വില കൽപ്പിച്ചുകൊണ്ട് ആ നന്മയിൽ മുന്നേറാൻ ശ്രമിക്കണം. വഖലസൂ ദീനഹും ലില്ലാഹ്, അല്ലാഹു തആല പഠിപ്പിച്ച ഇഖ്ലാസ് ജീവിതത്തിൽ വേണം. പടച്ചവന്റെ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി, അവന്റെ തൃപ്തിക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്ന അവസ്ഥ ജീവിതത്തിൽ ഉണ്ടാവണം. എങ്കിൽ ഫഉലൈക മഅൽ മുഅ്മിനീൻ, അത്തരക്കാരാണ് വിശ്വാസികളോടൊപ്പം ഉണ്ടാവുക. വസൗഫ യുഅ്തില്ലാഹുൽ മുഅ്മിനീന അജ്റൻ അദീമ, അങ്ങനെയുള്ള വിശ്വാസികൾക്കാണ് പരലോകത്ത് അല്ലാഹു തആല വലിയ പ്രതിഫലങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മളോട് പരിശുദ്ധ ഖുർആൻ സംസാരിക്കുന്ന വാക്കുകളാണ്. പണ്ഡിതന്മാർ പറയാറുണ്ട്, പടച്ചവൻ നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക. നിങ്ങൾക്ക് പടച്ചവനോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമസ്കരിക്കുക. നമുക്ക് പറയാനുള്ള കാര്യങ്ങളാണ് പടച്ചറബിനോട് നമസ്കാരത്തിൽ നമ്മൾ പറയുന്നത്. അള്ളാഹുവിനോട് നമ്മളോട് പറയാനുള്ള കാര്യങ്ങളാണ് പടച്ചറബ് ഖുർആനിലൂടെ പറഞ്ഞത്. ഇത് രണ്ടും ജീവിതത്തിൽ വേണം. അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അതിലൊക്കെ എപ്പോഴെങ്കിലൊക്കെ പോരായ്മകൾ സംഭവിക്കാം. മനുഷ്യര കുല്ലു ബനി ആദമ ഖത്വാഊൻ, ആരും പരിശുദ്ധരല്ല. ഏത് നിമിഷവും തെറ്റിലേക്ക് വെഴുതി വീഴാൻ സാധ്യതയുള്ള പ്രകൃതം തന്നെയാണ് മനുഷ്യർക്കുള്ളത്. പക്ഷേ ഖൈറുൽ ഖത്വാഈൻ അത്തവ്വാബൂൻ, തിന്മ ചെയ്തു കഴിഞ്ഞവരിൽ ഏറ്റവും ഉത്തമർ അത് തിരിച്ചറിഞ്ഞ് പശ്ചാത്തപിക്കുന്നവരാണ്. അതിനു വേണ്ടിയാണ് പടച്ചറബ് കാത്തിരിക്കുന്നത്. ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ഈ വരുന്ന അവസരങ്ങളെ ഉപയോഗപ്പെടുത്തി പാപപരിശുദ്ധി നേടാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണമെന്നാണ് സന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നത്. പശ്ചാത്താപത്തിലൂടെ അള്ളാഹു ചെയ്യുന്നത് നമ്മളെ അവൻ പരിശുദ്ധരാക്കി മാറ്റുന്നു എന്നതാണ്. ജുഹൈന ഗോത്രം, ആ ഗോത്രത്തിലൊരു പെണ്ണ് വ്യഭിചരിച്ചു. എന്നിട്ട് അവർ കടന്നു വരുന്ന അള്ളാഹു റസൂലിൻ്റെ അരികിലേക്ക്, റസൂലേ, അറിയാതെ ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, എനിക്ക് ഹദ്ദ് നടപ്പാക്കണം. ഈ തിന്മയുമായിട്ട് നാളെ പാരത്രിക ലോകത്ത് പടച്ചിറപ്പിന് മുമ്പിൽ ചെന്നുകൊണ്ട് എനിക്ക് വിചാരണയെ നേരിടാൻ വയ്യ, അതിൻ്റെ ശിക്ഷ അവിടെ ഏൽക്കാൻ വയ്യ, അതുകൊണ്ട് ഇവിടെ ഹദ്ദ് നടപ്പാക്കണം. ഹദ്ദ് നടപ്പാക്കി ആ സ്ത്രീയെ എറിഞ്ഞു കൊന്നു. എന്നിട്ട് അവരുടെ മയ്യത്ത് കുളിപ്പിച്ചു, കഫൻ ചെയ്തു. മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മയ്യത്തിന് മുമ്പിലേക്ക് കടന്നു വരികയാണ്. ആ സമയം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, അതുസല്ലി അലൈഹാ യാ റസൂലല്ലാഹ് വഹിയ സനത്, താങ്കൾ നമസ്കരിക്കാൻ പോകുന്ന ഈ സ്ത്രീ ഒരു വ്യഭിചാരിണിയാണ്, അവർക്ക് വേണ്ടിയിട്ട് താങ്കൾ മയ്യത്ത് നമസ്കരിക്കുകയോ? സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് തിരിച്ചു പറഞ്ഞ മറുപടി, വഖദ് താബത്, ഉമറേ, അവൾ തൗബ ചെയ്തിരിക്കുന്നു, അവൾ പശ്ചാത്തപിച്ചിട്ടുണ്ട്. നേർക്ക് നേരെ ചെയ്ത തിന്മയെ ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ചോദിച്ചു വന്നതാണ്, അവർ ആരും അറിഞ്ഞിട്ടില്ല. ഇവിടെ ചോദിച്ചു വന്നുകൊണ്ട് അതിന് വേണ്ട ഹദ്ദ് നടപ്പാക്കണം, എനിക്കത് പരലോകത്തേക്ക് നീട്ടിവെക്കാൻ വയ്യ എന്ന് മനസ്സ് ഖേദിച്ച് കടന്നു വന്ന പെണ്ണാണ് അവൾ. അവളുടെ തൗബയാണ് നടന്നത്. അവൾക്ക് ഹദ്ദ് നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ അത് തൗബയാണ്. ആ തൗബയെങ്ങാനും മദീനയിലെ 70 നിവാസികൾക്ക് വിതരണം ചെയ്താൽ പോലും പിന്നീടും ആ തൗബ ബാക്കിയുണ്ടാകും. 70 ആൾക്കപ്പുറമുള്ളതിലുള്ള തൗബയാണ് ആ പെണ്ണ് നടത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതൊക്കെ ഓർമ്മ വേണം. നമ്മളെ പരിശുദ്ധി തിന്മകളിൽ നിന്ന് മാറ്റിയെടുത്ത് പരിശുദ്ധരായി പടച്ചിറപ്പിനെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ അല്ലാഹു തആല ഇത്തരത്തിലൊരുക്കിയ അവസരങ്ങളെ നമ്മൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. നമസ്കാരത്തിൻ്റെ സുജൂദുകൾക്ക് അല്പം ദൈർഘ്യം കൂട്ടുക, പറയാനുള്ളത് അതിൽ പറയണം പടച്ചവനോട്. ഏറ്റവും സുന്ദരമായ സമയം അതാണ്. അഖ്റബു മാ യകൂനുൽ അബ്ദു, ഒരു അടിമ
എന്നോടടുക്കുന്ന ഏറ്റവും നല്ല സമയമെന്ന് പറയുന്നത് എന്താ സുജൂദ് റസൂല് പഠിപ്പിച്ചതാണ്. സുജൂദിൻ്റെ സമയത്ത് കിടന്ന് പ്രാർത്ഥിക്കാൻ അല്പം സമയം ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കും. ഒരുപാടുണ്ട് നമുക്കൊക്കെ പറയാൻ. നമ്മളൊക്കെ ചെയ്തു കൂട്ടിയത് പലതും, അതൊക്കെ ഇന്ന് നമ്മളെ തിരിഞ്ഞു കുത്തുന്ന, നമ്മൾക്ക് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ വരുത്തി വെക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് മരണാനന്തര ജീവിതത്തിൽ നഷ്ടങ്ങൾ വരുത്തി വെക്കുന്നവ. അത്തരം കാര്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വിഷയങ്ങളിൽ പടച്ചറപ്പിനോട് മാപ്പിരന്നുകൊണ്ട് ഈ റമദാൻ കടന്നു പോകുമ്പോഴേക്കും ഒരു പരിശുദ്ധമായ മനസ്സിനുടമയായി തിന്മകളൊന്നും ബാക്കിയാവാത്ത അവസ്ഥയിൽ പരിശുദ്ധരായി മാറാൻ നമുക്കൊരോരുത്തർക്കും സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള സഹോദരൻ, അല്ലാഹുവിൻ്റെ അജ്ഞാനവർത്തികളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും നിവേദനം ചെയ്യപ്പെടുന്നൊരു ഹദീസിൽ നമുക്ക് കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിരി മിൻ റമളാൻ. റമളാനിൻ്റെ അവസാനത്തെ 10 ദിനങ്ങളിൽ, അവസാനത്തെ 10-ൽ അധ്വാനിച്ചിരുന്നു. മാലാ യജ്തഹിദു ഫി ഗൈരിഹ, മറ്റ് 2 10-കളിൽ അധ്വാനിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അവസാനത്തെ 10-ൽ അധ്വാനിച്ചിരുന്നു എന്ന് ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ചൊരു ഹദീസ്. വളരെ ചെറിയ വാക്കുകളിലൂടെ വലിയൊരു ആശയം നമുക്ക് മുമ്പിൽ വയ്ക്കുന്നൊരു ഹദീസാണിത്. റമളാനിൻ്റെ ആദ്യ 2 10-കളും ഒരുപക്ഷെ അലസമായി കടന്നുപോയിട്ടുണ്ട് പല ആളുകൾക്കും. നമുക്ക് വരാൻ പോകുന്ന ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ അവസാനത്തെ 10 അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അരയും തലയും മുറുക്കി തൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടകന്ന് തീർത്തും പള്ളിയിലേക്ക് ഒറ്റപ്പെട്ടുകൊണ്ട് ആരാധനകൾക്ക് വേണ്ടി സമയം മാറ്റിവെച്ച സമയങ്ങളാണ്. നമ്മൾക്ക് കഴിയുന്നത്ര, അതുപോലെയൊന്നും സാധിച്ചില്ലെങ്കിലും കുറച്ചുകൂടിയൊക്കെ പള്ളിയുമായി കൂടുതൽ അടുക്കാനും പള്ളിയിൽ ഇഅ്തികാഫിരിക്കാനും കൂടുതൽ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടാനും നന്മകളായിട്ട് എന്തൊക്കെയുണ്ടോ അതിലെല്ലാം വ്യാപൃതരാവാനും ഒക്കെ ഒരു അവസരമായി ഈ വരുന്ന ദിനരാത്രങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഈ ഹദീസ് നമുക്ക് മുമ്പിൽ വയ്ക്കുന്ന സന്ദേശം. അതുകൊണ്ട് വരാൻ പോകുന്ന ദിവസങ്ങൾ ഏറെ പ്രാധാന്യമുള്ളതാണ്. അല്ലാഹുവിൻ്റെ റസൂലും സ്വഹാബത്തുമൊക്കെ ജീവിതത്തിൽ ഏറെ വിലപിടിപ്പുള്ള സമയങ്ങളായി കണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ആ രൂപത്തിൽ തന്നെ, ആ ഒരു ചിന്തയോടുകൂടി തന്നെ വരും ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നോമ്പ് തുറ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിരുന്നു. കുറേ ആളുകൾ നോമ്പുതുറകൾ ഏറ്റിരുന്നു, എന്നിട്ടും അത് പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല. ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടി നോമ്പ് തുറക്കാനുള്ള ആളുകളെ കാത്ത് ദിവസങ്ങൾ ബാക്കിയാണ്. അതുകൊണ്ട് ഒറ്റയ്ക്കോ ഷെയറായിട്ടോ എങ്ങനെയെങ്കിലൊക്കെ ഓരോരുത്തരും ആ കാര്യങ്ങളൊന്ന് ഏറ്റെടുക്കണം എന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. ഏറെ പുണ്യമുള്ള മഹത്വമേറിയ പ്രവർത്തനമാണ് നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത്. ആ നോമ്പുകാർക്കുള്ള പുണ്യം അതേപോലെ നമുക്ക് കൂടി പടച്ചവൻ തരാമെന്ന് പറഞ്ഞ വലിയൊരു വാഗ്ദാനമാണ് ഇതിൻ്റെ പ്രതിഫലത്തിലുള്ളത്. അത് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞുകൊണ്ട് കഴിയുന്നത്ര രൂപത്തിൽ നോമ്പുതുറയുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ ഓരോരുത്തരും സജ്ജരാവണം, സന്നദ്ധത കാണിക്കണമെന്ന് സന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ സക്കാത്തിൻ്റെ കളക്ഷൻ അവിടെ ഉണ്ടാകും. ആ രൂപത്തിലുള്ള ആളുകൾ അതുമായി ബന്ധപ്പെട്ട് ഭാരവാഹികളെ സമീപിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങൾ, ധാരാളം സ്ഥാപനങ്ങൾ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ധാരാളം വിദ്യാർത്ഥികളെ, യുവ പണ്ഡിതന്മാരെ ഒക്കെ വാർത്തെടുത്തുകൊണ്ട് സമൂഹത്തെ സമുദ്ധരിക്കാൻ. അപ്പോൾ നമുക്കറിയാം, ഹിക്കമി എന്ന പേരിലൊക്കെ ധാരാളം ആളുകളുടെ പേരുകൾ നമ്മൾ കേൾക്കുന്നത്. അതൊരു സ്ഥാപനത്തിൽ നിന്ന് പുറത്തു വരുന്നതാണ്. ഏതാണ്ട് 10 വർഷക്കാലത്തോളമായി കേരളക്കരയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മലപ്പുറം ജില്ലയിലെ മിനിയൂട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഒരു ജാമിഅ, അതിൻ്റെ സന്തതികളായി പുറത്തു വരുന്നവർ ലോകത്തിൻ്റെ നാനാഭാഗത്തും ഇന്നവരെത്തിക്കൊണ്ടിരിക്കുകയാണ്. ആത്മീയ രംഗത്ത് കൃത്യമായ ദിശാബോധം നൽകാൻ കഴിയുന്ന രൂപത്തിലുള്ള ആളുകളാണ് പുറത്തു വരുന്നത്. ഒരു മാസം
ഏതാണ്ട് 700ഓളം കുട്ടികൾ ആൺകുട്ടികളായിട്ടും പെൺകുട്ടികളായിട്ടും പഠിക്കുന്ന ആ സ്ഥാപനത്തിൽ 45 ലക്ഷത്തിലധികം രൂപയാണ് ഒരു മാസത്തെ അതിൻ്റെ റണ്ണിങ് കോസ്റ്റ് വരുന്നത്. അതിൽ പ്രത്യേക വരുമാനമൊന്നും വേറെയില്ല. നമ്മളെപ്പോലെയുള്ള ആളുകളുടെ റമദാൻ സദക്കകളും ഒക്കെ ശേഖരിച്ചു കൊണ്ടാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു നന്മയാണത്. അതിൽ ഭാഗവാക്കാകാൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധരാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോ സൽപ്രവർത്തനങ്ങളെയും പ്രതിഫലാർഹമായ ഇഖ്ലാസുള്ള പ്രവർത്തനങ്ങളായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു അവൻ്റെ മഹത്തായ ഔദാര്യം കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ജീവിതത്തിൻ്റെ ഏത് രംഗത്തും പടച്ചറപ്പിൻ്റെ കൽപ്പനകൾക്ക് മുൻതൂക്കം നൽകി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾക്ക് വില കൽപ്പിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, മറ്റുള്ള പ്രയാസങ്ങൾ ഒക്കെ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ അള്ളാഹു തആല അവരുടെ പ്രയാസങ്ങൾക്ക് എത്രയും വേഗം ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ അവരുടെ പരലോക ജീവിതം അല്ലാഹു തആല ഖൈറും ബറക്കത്തും നിറഞ്ഞതാക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികീൻ. اللهم أذل الكفرة والكافرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وآله وأصحابه أجمعين. الحمد لله رب العالمين.